സ്റ്റാമർ ഇലക്ഷൻ സമയത്തൊക്കെ ഫലസ്തീൻ രാജ്യമായിട്ട് അംഗീകരിക്കണം എന്ന് നിലപാടെടുത്തിരുന്നു. അത് അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗസയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമാനതകളില്ലാത്ത ക്രൂരതയ്ക്ക് അതിലൊക്കെ ഒരു ബ്രിട്ടൻ തുടർന്നു വരുന്ന പോളിസിയിൽ നിന്നൊരു മാറ്റം പ്രതീക്ഷിക്കാൻ പറ്റുമോ? അതുപോലെ ഉക്രൈൻ്റെ കാര്യത്തിൽ സാമ്പത്തിക സഹായം ഉക്രൈന് കൊടുക്കാനുള്ളത് വലിയ തുക കൊടുക്കാൻ ബ്രിട്ടീഷ് പാർലമെൻറ്റ് നേരത്തെ തീരുമാനിച്ചതാണ്. അത് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു നയപരമായ മാറ്റം പ്രതീക്ഷിക്കാമോ ലേബർ പാർട്ടി അധികാരത്തിൽ വരുമ്പോൾ? തീർച്ചയായിട്ടും ഒരു കൺസർവേറ്റീവിൽ നിന്ന് കുറച്ചുകൂടെ മാനുഷിക മുഖമുള്ള ഒരു വിദേശ നയം സ്റ്റാമർ സ്വീകരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമ്മൾ പക്ഷേ രണ്ടും സാമ്രാജ്യത്വ ഫോറിൻ പോളിസി തന്നെയാണ് ഇവരുടേത്. ഗ്ലോബലൈസേഷൻ മാനുഷിക മുഖം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഗ്ലോബലൈസേഷൻ ഈസ് ഗ്ലോബലൈസേഷൻ. അത് കഴുത്തറപ്പൻ മത്സരത്തിൻ്റെ ഒരു ലോകം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ യൂറോപ്പിലെ ഒരു മൂവ്മെൻറ്റ് വളരെ ശക്തമാണ്. അവർ പല രാജ്യങ്ങളും ഫലസ്തീന് അനുകൂലമായിട്ടുള്ള നിലപാട് ഇപ്പോൾ സ്വീകരിക്കുന്നുണ്ട് ഇപ്പോഴത്തെ ഒരു സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ. ഇപ്പം ഉദാഹരണമായിട്ട് ഇപ്പം അയർലൻഡ്, അതുപോലെ നോർവേ, സ്വീഡൻ തുടങ്ങിയ രാജ്യങ്ങൾ ഈ ഫലസ്തീൻ ഒരു സ്വന്തം രാജ്യമായി അംഗീകരിക്കുന്ന നിലയൊക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ പോസിറ്റീവാണ്. പക്ഷെ അതൊന്നും പ്രായോഗികമായി ഒരു മാറ്റം ഉണ്ടാക്കില്ല എന്നുള്ളതാണ്. കാരണം ഈ അറബ് നിലവിലൊരു ഗസ ഇസ്രായേൽ സംഘർഷത്തിൽ ഇസ്രായേലിനെ ഏതെങ്കിലും തരത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഈ രാജ്യങ്ങൾക്കൊന്നും പറ്റില്ല. അവിടെയാണ് പ്രശ്നം. അത് അമേരിക്ക തന്നെ വിചാരിക്കണം. അമേരിക്കയോ അല്ലെങ്കിൽ ബ്രിട്ടനിപ്പം ഒരു കുറച്ച് ഒരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു പൊസിഷൻ സ്വീകരിച്ചാൽ അതെന്ത് മാറ്റം ഉണ്ടാക്കുക? കാരണം അത് അമേരിക്ക വീറ്റോ ചെയ്യും. അമേരിക്ക വീറ്റോ ചെയ്യുന്നിടത്ത് ആ പ്രശ്നം അവസാനിപ്പിക്കും. അപ്പോൾ മാത്രമല്ല, ഇതിനകത്ത് ചില അൾട്രാ നാഷണലിസ്റ്റ് എലമെൻറ്റ്സ് ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ 21ാം നൂറ്റാണ്ടിൽ ഗ്ലോബലൈസേഷൻ്റെ കാലത്ത് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ, സോഷ്യലിസ്റ്റ് ആശയങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കളാണ് ജെറമി കോർബിൻ, ലേബർ പാർട്ടിയുടെ കോർബിനിസം എന്ന് പറയുന്ന സംഗതി. അത് അമേരിക്കയിലാണെങ്കിൽ ബേണി സാൻഡേഴ്സിൻ്റെയാണ് ഡെമോക്രാറ്റിക് സോഷ്യലിസം എന്ന ആശയം. ഈ ഒക്കുപ്പൈ വാൾ സ്ട്രീറ്റ് മൂവ്മെൻ്റ് അല്ലാതെ ഉണ്ടായത്. ഈ ബേണി സാൻഡേഴ്സ് തന്നെ അമേരിക്കയിൽ ഈ ഗസ ഇസ്രായേൽ യുദ്ധത്തിൽ ഇസ്രായേലിന് അനുകൂലമായ നിലപാടാണ്. ജെറമി കോർബിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ജെറമി കോർബിൻ ഒരു സമതുലിത നിലപാടാണ് എടുക്കുന്നത്. അപ്പം ഈ ഒരു പൊസിഷൻ വളരെ പ്രധാനമാണ്. കാരണം ഇവർ ഈ മറ്റ് രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരുപക്ഷെ ഒന്നുകിൽ വളരെ ഉയർന്ന ഒരു എത്തിക്കൽ പൊസിഷൻ എടുത്ത് നെടുങ്കൻ പ്രസ്താവനകൾ നടത്തുകയും പ്രായോഗികമായിട്ട് അവരെന്ത് ചെയ്യും, തങ്ങളുടെ രാജ്യത്തിന് താല്പര്യമുള്ള നിലപാട് സ്വീകരിക്കുകയും ചെയ്യും. ഇതാണ് അവർ ചെയ്തു വരുന്നത്. അതിൽ നിന്ന് വിരുദ്ധമായിട്ടുള്ള നിലപാട് കോൾഡ് വാർ കാലഘട്ടത്തിൽ സോവിയറ്റ് യൂണിയൻ സ്വീകരിച്ചിട്ടുണ്ട്. വേറെ ആരും സ്വീകരിച്ച് കാണുന്നില്ല. ഇപ്പോൾ ചൈനയും സോവിയറ്റ് യൂണിയനും യഥാർത്ഥത്തിൽ ഫലസ്തീൻ അനുകൂല നിലപാടിലാണ്. പക്ഷേ ഒരു ആക്ഷൻ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ടോ? ഇല്ല. സോവിയറ്റ് യൂണിയൻ അല്ല, റഷ്യ ഉണ്ടാകുന്നില്ല. അവരെ ചെയ്യില്ല. കാരണം എന്താ വെച്ചാൽ അവിടെ പോയി ഒരു ഇടപെടൽ നടത്തുവാനോ അതിൻ്റെ ഭാഗമായിട്ട് തങ്ങളുടെ രാജ്യത്തിന് എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടാക്കാനോ അവർ തയ്യാറല്ല എന്നുള്ളിടത്താണ്. അപ്പോൾ അങ്ങനെ ഒരു ബാലൻസ് ഓഫ് പവറിലേക്ക് ഓരോ രാജ്യങ്ങളും അവരവരുടെ ദേശീയ താല്പര്യങ്ങളെ, നാഷണൽ ഇൻട്രസ്റ്റിനെ മാത്രം മുൻനിർത്തി ഫോറിൻ പോളിസി, വിദേശ നയം രൂപപ്പെടുത്തുന്നതിലേക്ക് ആഗോള ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഫലസ്തീൻ നയത്തിൽ ഒരു പക്ഷേ കുറച്ചുകൂടെ ലിബറൽ, കൺസർവേറ്റീവിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ചുകൂടെ ഒരു മാനുഷികമായ നിലപാട് സ്റ്റാമറും ലേബർ പാർട്ടിയും സ്വീകരിച്ചേക്കാം. പക്ഷേ അത് ഫലസ്തീനിലെ പാവപ്പെട്ട മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവിടെ കൊല ചെയ്യപ്പെടുന്ന മനുഷ്യരുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം വരുമെന്നോ, അല്ലെങ്കിൽ ഇന്നത്തെ ഗസയും ഇന്നത്തെ വെസ്റ്റ് ബാങ്കും കിഴക്കൻ ജെറുസലേമും ചേർത്ത് കിഴക്കൻ ജെറുസലേം തലസ്ഥാനമാക്കി ഒരു സ്വതന്ത്ര ഫലസ്തീൻ ഉണ്ടാകുമെന്നോ ഒന്നും നമുക്ക് കരുതാൻ സാധിക്കില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഗാസ മാത്രമേ ഉള്ളൂ. കാരണം വെസ്റ്റ് ബാങ്ക് ഈസ് നോട്ട് ദർ ടെക്നിക്കലി സ്പീക്കിംഗ്. വെസ്റ്റ് ബാങ്കിൻ്റെ 68% ഇസ്രായേലിൻ്റെ നിയന്ത്രണത്തിലാണ്. അപ്പം ഇനിയിപ്പോൾ ഈസ്റ്റേൺ ജെറുസലേമിലേക്ക് ഒരു കാരണവശാലും കടക്കാൻ ഇസ്രായേൽ അനുവദിക്കില്ല. പാർട്ടീഷൻ ഓഫ് ജെറുസലേം ഈസ് നോട്ട് പോസിബിൾ. കാരണം ഈ കിഴക്കൻ ജെറുസലേം തലസ്ഥാനമാക്കുക എന്ന് പറഞ്ഞാൽ ജെറുസലേമിൻ്റെ വിഭജനമാണ്. ക്വൈറ്റ് ഇമ്പോസിബിൾ. അത് ചെയ്യാൻ സാധ്യതയില്ല. പിന്നെ ചെയ്യാവുന്ന ഒരേ ഒരു കാര്യം ഇതാണ്, ഗസയെ ഒരു സ്വതന്ത്ര രാജ്യമാക്കുക. അത് നടക്കും. കാരണം അത് ഗസ എന്താ പറയുക, ഗസയിലെ ആളുകളുടെ 23 ലക്ഷം മനുഷ്യരുടെ മനസ്സിലാണ് രാജ്യം ഇരിക്കുന്നത്. അതിനെ എടുത്തു കളയാൻ പറ്റില്ല.